ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോയിൽ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽമാരാരും തൊപ്പിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം സംഭവിക്കുകയുണ്ടായി. അപ്പം ഇന്ന് ബിഗ് ബോസിൻ്റെ ഫൈനലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ റണ്ണറപ്പായ അനീഷിനും അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോൾ അനീഷിൻ്റെയും അനുമോളുടെയും പേര് തന്നെ വെച്ചിട്ടായിരുന്നു തൊപ്പിയും അഖിൽമാരാരും തമ്മിലുള്ള ഒരു പ്രശ്നം തുടങ്ങിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ അഖിൽമാരാർ ഓൾറെഡി അനുമോൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചെന്ന് തൊപ്പി പറയുന്നു. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. പുള്ളി ഒരു പഴയ ബിഗ് ബോസ് വിന്നറാണല്ലോ. അപ്പം അതിൻ്റെതായ രീതിയിൽ നിന്നുകൊണ്ട് പുള്ളി സംസാരിച്ചതാണ്. തൊപ്പി അതുപോലെ തൊപ്പിയുടെ ലൈവ് വന്നിട്ട് അനീഷിനെ വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ അതിനെതിരെ നമ്മുടെ അഖിൽമാരാർ പറഞ്ഞതാണ് ഈ ഒരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ സംവാദത്തിനും ഇടയാക്കിയത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ നിന്ന് PR-നുള്ള ക്യാഷ് മേടിച്ചിട്ടാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ പറഞ്ഞെന്ന് തൊപ്പി പറയുന്നു. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി കഴിഞ്ഞ ദിവസം നൈറ്റിൽ അവൻ്റെ ലൈവ് ഉണ്ടല്ലോ, അപ്പോൾ ലൈവിൽ വന്നിട്ട് അഖിൽമാരാരെ വിളിക്കുകയും അതിൻ്റെ ഒരു വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അഖിൽമാരാർ ഒരു ലൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാരണം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ എന്ന് പറഞ്ഞാൽ, അനുമോളെ ജയിപ്പിച്ചു, എൻ്റെ അഭിമാനം സംരക്ഷിച്ച തൊപ്പിക്ക് എൻ്റെ 1000 സ്നേഹം എന്നാണ് അതിനൊരു ക്യാപ്ഷനായിട്ട് തന്നെ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് അഖിൽമാരാർ. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഹലോ, ഹായ് 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 ഇന്നത്തെ വളരെ ഒരു സ്പെഷ്യൽ ലൈവാണ്. ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് നല്ല പനിയാണ്. ഇന്നും നല്ല പനിയാണ്. ഞാനിപ്പോൾ ആവിയൊക്കെ പിടിച്ചിട്ട് ലൈവിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ ആവാൻ പാടില്ലല്ലോ എന്ന് കരുതി വരികയാണ്. ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ ഫിനാലെ 5 എത്തിയ എല്ലാവർക്കും 1000 ആശംസ അറിയിക്കുകയാണ്. വിജയിച്ച അനുമോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്ക് ഹൃദയത്തിൽ നിന്നും 1000 സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരുപക്ഷെ അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ തൊപ്പി അനുമോൾക്ക് അനുകൂലമായി കൊടുത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഞാൻ നാളിതുവരെ അപ്പോൾ പുള്ളി പറയുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതുവരെ പുള്ളി അനുമോൾക്ക് പേഴ്സണലി വോട്ട് കൊടുക്കണമെന്ന് എങ്ങും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുക്കാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, അഖിൽമാരാർ. ഇപ്പോൾ ഇന്നലെ വരെ അനീഷും അനുമോളും ഏകദേശം ഒപ്പത്തിനൊപ്പം ആയിരുന്നെങ്കിൽ പോലും അനുമോൾക്ക് കുറച്ചൊരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇന്നലെ തൊപ്പിയും അഖിൽമാരാരുമായിട്ടുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അനുമോൾക്ക് കൂടുതൽ ജയം സാധ്യത വന്നതെന്നാണ് അഖിൽമാരാരോട് പറഞ്ഞു വെക്കുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങളോടൊക്കെ നമുക്ക് കേൾക്കാം. അനുമോൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് ഒരിടത്തും കാണിച്ചു തരാൻ പറ്റത്തില്ല. കാര്യം ഞാൻ നാളിതുവരെയും അനുമോൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഫാൻസ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച, അതായത് ഈ ഫിനാലെ വീക്കിലും നമ്മുടെ കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അഖിലേട്ടൻ പറ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആർക്കും വേണ്ടി വോട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഓരോരുത്തർക്കാരും അഖിൽമാരാരെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സീസണിൽ മറ്റ് പല മത്സരാർത്ഥികളായിരിക്കും ഇഷ്ടമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തെ ഞാൻ മാനിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ തൊപ്പിയുടെ ഓഡിയൻസിനെ ഒരു അടിമകളെ പോലെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൻ വന്നിട്ട് ഈ വാശിയോട് കൂടിയിട്ടൊക്കെ പറയുന്നത് ഇന്ന ആളെ ജയിപ്പിക്കും, അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അഖിൽമാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ രണ്ടായാലും ആരാണ് ഫീൽഡ് ഔട്ട് ആയത് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ഗ്രൂപ്പിലുള്ള അവൻ്റെ ഫാൻസിൻ്റെ ടീമിലെല്ലാം ഇവനോട് ചോദിക്കാറുണ്ട് ഓൾറെഡി, ഇത്തവണ ആർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം അഖിൽമാരാർ പറഞ്ഞത്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെയാണോ താല്പര്യം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് തൊപ്പിയുടെ കാര്യം പറയുന്നത്, തൊപ്പിയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവൻ്റെ അടിമകളെ പോലെ വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഒന്ന് ആഹ്വാനം ചെയ്യുവാണ്, നിങ്ങൾ ഇന്ന ആൾക്ക് ചെയ്യണം, ജയിപ്പിക്കണം, തൂക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാണ് അഖിൽമാരാരോട് പറഞ്ഞു വെച്ചത്. സാധ്യതയുണ്ടായിരുന്ന അനീഷിനെ തോപ്പിച്ച് എൻ്റെ അഭിമാനം സംരക്ഷിച്ച തൊപ്പിക്ക് ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയ ഇഷ്ടമാണ്. തൊപ്പിക്ക് തന്നെ ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് തൊപ്പി എന്നെ പിന്നെയും നല്ല കൊട്ടേഷൻ കൊടുക്കുന്നത്. കാരണം ഇന്നലത്തെ ആ ചർച്ചയിൽ ലൈവിൽ വന്നിട്ട് ഇവനെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര രണ്ടുപേരും അഗ്രസീവായിട്ടാണ് സംസാരിച്ചത്. അപ്പം ഈ പറയുന്ന കണക്ക് തുടക്കത്തിൽ തൊപ്പി മുൻപിൽ നിന്നു, സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അഖിൽമാരാർ തിരിച്ചടിച്ചു, ആ ഒരു കൺസെപ്റ്റിലാണ് നിന്നത്. അപ്പം അതുകൊണ്ടാണ് നല്ലൊരു പണി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. തൊപ്പി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എൻ്റെ നമ്പർ അയച്ചു കൊടുത്ത് നീ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒമാനിൽ മസ്കറ്റിലുള്ള സമയത്തായിരുന്നു തൊപ്പി എന്നെ വിളിക്കുന്നത്. ഞാൻ അവരോട് വലിയ സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചത്. അടുത്ത സമയത്തും കഴിഞ്ഞ ആഴ്ചയും തൊപ്പി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും സ്പോട്ടിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പനി പിടിച്ച് കിടന്ന സമയത്തും റിപ്പീറ്റ് അവൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ആദ്യം എടുത്തില്ല ഫോൺ. കാരണം ഞാൻ ആരാ വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു, ഓൾറെഡി ഇവർ തമ്മിൽ അറിയും, വിളിച്ചിട്ടുണ്ട് നേരത്തെ, അതൊക്കെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിചയം വെച്ചിട്ടാണ് അഖിൽമാരാർ എടുത്തത് ഫോൺ.
അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് വയ്യാതെ കിടന്നിട്ടാണ്, പനിയൊക്കെ അടിച്ച് കിടപ്പായിരുന്നു, കിടന്നിട്ടാണ് ഇവർ പല പ്രാവശ്യം വിളിക്കുന്നത് കണ്ടപ്പം എടുത്തപ്പോൾ അവൻ ആദ്യം തന്നെ പുള്ളിയോട് ചോദിച്ചത്, നീ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുവാണെന്നാണ് ചോദിച്ചത്. ഫോൺ സൈലന്റ് ആക്കാൻ പറഞ്ഞു. കാര്യം രാത്രി 11:45 വിളിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇനി ഒന്നാമത് പനി, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ 2 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാതിരുന്ന ആൾ തൊപ്പിയാണെന്ന് അവൾ പറഞ്ഞ സമയത്ത് ശരി ഫോൺ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ലൈവിൽ അവരുന്നുണ്ട് പറയുകയാണ്, ഞാൻ അവൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നിൻ്റെയെന്നല്ല, ഞാൻ ഇത്തരം കോമാളി പരിപാടികൾ കണ്ടുകൊണ്ടിരുന്ന സമയം കളയുന്ന ഒരാളാണോ നീ വിചാരിക്കുന്നത്? ഞാൻ അതായത് ഒരു മിനിറ്റ് പോലും ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു വീഡിയോ ഒരു കാലത്തും ഞാൻ കണ്ടിട്ടില്ല. കാര്യം എനിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കുറേ 10 വയസ്സിനും 15 വയസ്സിനുള്ള കുറേ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വഴിതെറ്റി പോകാമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളതായിട്ട് ഞാൻ കാണുന്നുമില്ല. പക്ഷേ എന്നാലും വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതെ, ആ പറഞ്ഞത് കറക്റ്റാണ്. ഒരു 10-നും 15-നും വയസ്സിനിടയിലുള്ള പിള്ളേരാണ് തൊപ്പിയുടെ ഫാൻസ് മൊത്തം. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതാണ് തൊപ്പിനെ പോലീസ് പിടിച്ച സമയത്തൊക്കെ. ഇതുപോലുള്ള കുറേ പിള്ളേർ കിടന്നിട്ട് തൊപ്പിനെ ഇറക്കി വിട്ടില്ലെങ്കിൽ വെട്ടും കുത്തും എന്നുള്ള രീതിയിൽ പോലും ആ ഒരു പ്രായത്തിലുള്ള പിള്ളേർ പോലും പ്രതികരിക്കുന്ന നമ്മളത് കണ്ടാണ്. അപ്പം അവൻ്റെ മെയിൻ ഫാൻസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ പ്രായമുള്ളവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. തൊപ്പി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ ആ ഫാൻസ് ബേസ് ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അവൻ്റെ കഴിവുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. എന്നാൽ പോലും ചില സമയത്തൊക്കെ കൊച്ചു പിള്ളേർ ഇത്രയും വയലൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വന്ന തൊപ്പിയെ സംബന്ധിച്ച് അവരിപ്പോൾ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ ഏതൊരാൾക്കും, അതായത് താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരാൻ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതൊരു ഒരു മാതൃകയാണ്. അവൻ്റേതായ മേഖലയിൽ അവൻ സക്സസ് ആയി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് തൊപ്പിയെ വലിയ ഇഷ്ടമാണ്. തൊപ്പി മാത്രമല്ല, അത്തരത്തിൽ നിൽക്കുന്ന എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഇനി പേഴ്സണലി തൊപ്പി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സംസാരിച്ചതെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അവസാനത്തെ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് അനുകൂലമായി തൊപ്പി വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തില്ല. കാര്യം കഴിഞ്ഞ സീസൺ ഞാൻ കണ്ടിരുന്നില്ല. ഈ സീസണിൽ എവിടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതെന്നുള്ള കാര്യം പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കണം. ഞാൻ ഈ സീസണിൽ ആദ്യത്തെ 50 ദിവസവും എനിക്ക് ഒരു മത്സരാർത്ഥികളോടും പ്രത്യേകിച്ച് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ സീസണിനുള്ളിലേക്ക് പോയ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഓർമ്മയുണ്ടാവും. ഞാൻ പുള്ളി പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ബിഗ് ബോസ് സീസൺ 7-ൽ തനിക്ക് ആരോടും എത്ര താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു 19 ദിവസം കഴിഞ്ഞപ്പോൾ നെവിൻ എന്നൊരു ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നു. നെവിൻ അനുമോളോട് ചെയ്ത വളരെ മോശമായിട്ട് പ്രവർത്തി നിങ്ങളത് കണ്ടു കാണും, വെള്ളം കോരി ഒഴിച്ചതും ബെഡിലുമൊക്കെ. ആ ഒരു സംഭവത്തിന് മാത്രമാണ് എതിരെ നെവിന് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ ഓരോ ആൾക്കാർ പുള്ളിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അനുമോളുടെ PR അഖിൽമാരെ ഏറ്റെടുത്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അനീഷിന് കൈ കൊടുക്കുകയല്ല, ഞാൻ പോയി ഹഗ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ ആ ഒരു സ്നേഹം അനീഷിനോട് ഹഗ് ചെയ്ത് തന്നെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അനീഷ് എന്ന് പറയുന്ന ആൾ തുടക്കത്തിൽ തന്നെ, അതായത് ആ വന്ന ആദ്യത്തെ ദിവസം മുതൽ തന്നെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഒരു ഭയങ്കര ഗെയിമറാണെന്നോ അയാൾ വലിയ സംഭവമാണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അയാൾ 100% ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റിൽ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിവിനും അനുവും തമ്മിലുള്ള ചില ഇഷ്യൂസ്, ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാൻ ആ പർട്ടിക്കുലർ വിഷയത്തിൽ നിവിനെ എതിർത്ത് ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് നിവിന ചെയ്തതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് അനുമോളെ വലിയ രീതിയിൽ ഹരാസ് ചെയ്യുന്ന, പിന്നീട് വെള്ളം കോരി ഒഴിക്കുന്ന ഒരു നിവിൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ട സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു. കാരണം അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. സത്യസന്ധമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ആക്ടിവിറ്റി പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈവൻ നിവിനെ ഇഷ്ടപ്പെട്ടവർക്ക് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നിവിനെ താക്കീത് കൊടുക്കുകയും ലാലേട്ടൻ വലിയ രീതിയിൽ വഴക്ക് പറയാൻ പറ്റും ചെയ്തു. അപ്പോൾ ആ വീക്കിൽ ഞാൻ സംസാരിച്ചത്, നിവിൻ ചെയ്ത ഒരു പർട്ടിക്കുലർ പ്രവൃത്തി എനിക്ക് ഇഷ്ടമല്ലാതിരുന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അനുമോളുടെ PR ആക്കി മാറ്റി. ഞാൻ അനുമോൾ ജയിക്കുമെന്ന് പറഞ്ഞ് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് പുള്ളി ഇപ്പം പറഞ്ഞു വെച്ചത്. ആ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോൾ, നെവിനെതിരെ സംസാരിച്ചപ്പോൾ ഓൺലൈൻ ടീമുകളെല്ലാം കൂടെ പുള്ളിനെ PR ആക്കി ഫോട്ടോ വെച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞു വരുന്നത്, ഇവനോട് തന്നെ തൊപ്പിയോട് തന്നെ പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ബിഗ് ബോസിന് തന്നെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക്. കാരണം അനീഷിനെ കോമൺ മാൻ എന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ സീസൺ 5-ലോ 6-ലോ ഒക്കെ പുള്ളി ഓൾറെഡി ഓഡിഷനിൽ വന്നിട്ട് പുറത്തായ ആളാണ്. പിന്നെ എങ്ങനെയാണ് വീണ്ടും കോമൺ മാൻ എന്ന് പറഞ്ഞ് പുള്ളിനെ കൊണ്ടുവരുന്നത്? പിന്നെ പറ്റുവാണെങ്കിൽ കോമൺ മാനായിട്ട് കൊടുക്കേണ്ടിരുന്നത് നമ്മുടെ നെവിനെയും സാബുമാനെയൊക്കെ ആയിരുന്നു എന്നതിനെ പറ്റിയാണ് പിന്നൊരു കൊട്ടേഷൻ കൊടുക്കുന്നത്. ആർക്ക് ബിഗ് ബോസ് ടീമിന് കൊടുക്കുന്നുണ്ട്. അനുമോൾക്ക് അനുകൂലമായ അഖിൽമാരാർ, അനുമോൾ ഈ സീസണിലെ കപ്പടിക്കും അഖിൽമാരാർ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കണ്ടന്റുകൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രചരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്നിട്ട് നീലക്കുയിലൊക്കെ വന്ന പേജിൽ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തത്. അപ്പം എന്നിട്ട് പോലും പല ആൾക്കാരും എന്നെ അറിഞ്ഞോ അറിയാതെയോ അനുമോളുടെ ആളാക്കി മാറ്റി. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ ഈ ഗെയിമിലേക്ക് പിടിച്ചിറക്കി. മാറി എവിടെയോ നിന്ന് ഈ ഗെയിം കണ്ടുകൊണ്ടിരുന്ന, എല്ലാ മത്സരാർത്ഥികളെയും തുല്യരായിട്ട് കണ്ടുകൊണ്ടിരുന്ന, എല്ലാ മത്സരാർത്ഥികളിൽ നിന്ന് മികച്ച ഒരാൾ ജയിച്ചു വരട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഒരു വിഭാഗം ആൾക്കാർ ചേർന്നിട്ട് അനുമോളുടെ ആളാക്കി മാറ്റി. അനുമോൾ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് പുള്ളി അനുവിനെ ആക്രമിച്ച കേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ തൊപ്പിയുടെ അതിൻ്റെ കാര്യം പറയുന്നുണ്ട് അടുത്തത്. കാരണം തൊപ്പി കഴിഞ്ഞ വർഷത്തെ വിജയിയായ ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ ഇൻ്റർവ്യൂവിന് വന്ന് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുത്തത്? വൈറ്റ് മണി ആയിരുന്നു, ബ്ലാക്ക് മണി ആയിരുന്നു, അതിൻ്റെ ഇൻകം ടാക്സ് ഒക്കെ അടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലും അതൊക്കെ സത്യമാണ്. അവന് ഒരു പൊട്ടുകൂട്ടോ അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അവനിപ്പോൾ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ, ഇന്നലെ ലൈവിൽ വന്ന് ഇവനോട് സംസാരിക്കുമ്പോഴും പറയുന്നത് എൻ്റെ കമ്പനി അവർക്ക് കൊടുത്തു, എൻ്റെ കമ്പനി ഇവർക്ക് കൊടുത്തു, എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ. എന്താണെന്ന് പറഞ്ഞാൽ അവൻ കൂടി നടത്തുന്ന സംഭവമല്ലേ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ. അവന് ഇതിനെപ്പറ്റി ഒരു പിണ്ണാക്കും അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്.
ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് തൊപ്പി തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. ആ 8 ലക്ഷം രൂപ കള്ളപ്പണമായിട്ടാണോ കൊടുത്തത്, അതായത് ക്യാഷ് ആയിട്ടാണോ കൊടുത്തത്? ഈ രാജ്യത്ത് ക്യാഷായി ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്ന തുക എത്രയാണെന്നുള്ള കാര്യം തൊപ്പിക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിയമത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചും യാതൊരു ബോധവും ഇല്ലാത്ത ഒരാളാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് തൊപ്പിയെ മനസ്സിലാക്കുന്നിടത്തോളം അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ പൈസ കൊടുത്തത് ഏത് രീതിയിലാണ് കൊടുത്തു എന്ന് തൊപ്പി ആവർത്തിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ലൈവിൽ തൊപ്പി എന്നോട് പറഞ്ഞിട്ടുള്ളത് മാറ്റി വയ്ക്കും, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ കൊടുത്തു, 8 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. 8 ലക്ഷം രൂപ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് GST അടച്ചിട്ടുണ്ടോ? ഏതായാലും അഖിൽമാരാർ നല്ല രീതിയിൽ നമ്മുടെ തൊപ്പിക്കിട്ട് നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നാളെ അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിലത്തെ ലൈവിൽ തന്നെ ചിലപ്പം തൊപ്പി ഇതിനുള്ള മറുപടിയായിട്ട് വരും. അപ്പം ഈ ഒരു ക്ലാഷ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. പിന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മളൊരു പുതിയ ചാനലാണ്, റിയാക്ഷൻ ചെയ്ത് നമ്മൾ പരിചരിച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.